കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. മനോഹരമെങ്കിലും ദുരൂഹമാണ് ആകാശം. അതിൽ നക്ഷത്ര വെളിച്ചത്തിലെ താരാപഥങ്ങൾ ശരിക്കൊന്ന് നോക്കിയാൽ പുഴുത്തൊഴുകുന്ന ആമയിഴഞ്ചാൻ തോടുകളാണെന്ന മുഖവരിയിൽ ആ റിപ്പോർട്ടിൽ ഒരു പ്രധാന നടൻ നയിക്കുന്ന 15-അംഗ പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുള്ളൂ. ജസ്റ്റിസ് ഹേമയ്ക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ടാകണം അധമ സംഘത്തെ വിളിക്കേണ്ടത് പവർ ഗ്രൂപ്പ് എന്നല്ല, വൈകൃതങ്ങളുടെ പെർവേർട്ടുകളുടെ ഒരു തെമ്മാടി പടയെന്നാണ്. അത് പുറത്തു വരാതിരിക്കാൻ കാട്ടിയ നെറുകെട്ട നീക്കങ്ങൾക്കൊടുവിൽ പ്രധാന പേജുകൾ വെട്ടിക്കളഞ്ഞൊരു റിപ്പോർട്ടാണ് കേരളം കണ്ടതെങ്കിലും വെള്ളയടിച്ച കുഴിമാടങ്ങളെ പറ്റി ആ പുറത്തു വന്ന പേജുകളിൽ സവിസ്തരം പറയുന്നത് വെള്ളി വെളിച്ചത്തിൽ നാണമില്ലാതെ കസേരയിട്ട് വാഴുന്ന സ്ത്രീവിരുദ്ധ തമ്പ്രാക്കന്മാരെ പറ്റിയാണ്. പെണ്ണുങ്ങളെ ജീവനില്ലാ ചരക്കുകളായി മാത്രം കാണുന്ന വേട്ടക്കാരെ കുറിച്ചാണ്. ആ തൊഴിൽ സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ കിടപ്പറ പങ്കിടൽ മസ്റ്റാക്കിയവരെ കുറിച്ച് മാത്രമല്ല, ഒന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടിപ്പോകേണ്ടി വരുന്ന മൂത്രം പിടിച്ചു വെച്ച് മൂത്രാശയത്തിൽ അണുബാധയുണ്ടാകുന്ന ഗതികേടിന്റെ ഒരു വിലാപക്കെട്ടാണ്. രാക്കാലത്ത് കുടിച്ചുകൂത്താടി നടിമാർ കിടക്കുന്ന റൂമിന്റെ വാതിൽ പൊളിക്കാൻ നോക്കുന്ന ആഭാസന്മാരെ കുറിച്ച് അവസരം വേണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ഉളുപ്പില്ലാതെ പറയുന്ന ഞരമ്പൻ കൂട്ടത്തെ പറ്റി ജസ്റ്റിസ് ഹേമ ചുമ്മാതങ്ങ് പറഞ്ഞതല്ല. വാട്സാപ്പ് ചാറ്റ് അടക്കം ഓഡിയോ ക്ലിപ്പ് അടക്കം തെളിവ് സഹിതമാണ്. അതിന്റെ മുകളിൽ 1-2 വർഷത്തോളം പൂത്തുപൂതിച്ചിരുന്ന സർക്കാർ ഇപ്പോൾ എഴുന്നള്ളിക്കുന്ന എന്തോ കോൺക്ലേവ് എന്നാണ്. ഏട്ടന്മാരെയും പേട്ടന്മാരെയും ആണൂറ്റ സംഘടനാ നേതാക്കളെയും വിളിച്ചങ്ങ് ഉദ്ഘാടിക്കണം സാംസ്കാരിക മന്ത്രി. ആ വെള്ളയടിക്കൽ നാടകം അങ്ങ് ഗംഭീരമാകട്ടെ. ഓടിച്ചിട്ട് വേട്ടയാടി അതിക്രമങ്ങളുടെ ഒരു പരമ്പര പല്ലൊളിച്ച് കാണിക്കുമ്പോഴും പരാതിക്കാരുടെ പരാതിയില്ലെന്നും കേസെടുക്കില്ലെന്നും മുട്ടാപ്പോക്ക് പറയാൻ സ്ത്രീ സുരക്ഷ പ്രൈം പ്രയോറിറ്റി എന്നും നവോത്ഥാനം പറയുന്ന സർക്കാരെ നാണമുണ്ടോ? ഏത് വിഷയത്തിലും ആഞ്ഞടിക്കുന്ന രോഷക്കാരൻ പുത്തൻ പുതിയ കേന്ദ്രമന്ത്രിക്കും പ്രതികരണം പഞ്ചസാര പാലുമുട്ടായി പരുവത്തിലാണെങ്കിൽ അധോ സംഘത്തിന് രാഷ്ട്രീയാതീത കരുത്താണ്. ഏത് തമ്പ്രാക്കന്മാരാണെങ്കിലും അത് പൊളിച്ചു കൊടുക്കൽ കേരളത്തിന്റെ ചുമതല. ആ പെണ്ണിന്റെ കണ്ണുനീരിൽ കെട്ടിപ്പൊക്കെ നിന്റെയൊക്കെ സിനിമ കാണാൻ വേറെ ആളെ നോക്ക് എന്ന് കേരളം സെലക്റ്റീവായി കൈ ചൂണ്ടിയാൽ അന്നു തീരും. ആരുടെ പിന്തുണയുണ്ടെങ്കിലും ഈ 15-അംഗ തെമ്മാടിക്കൂട്ടത്തിന്റെ വേട്ടപ്പണി, അതിക്രമത്തിന്റെ കാൽനാട്ടിയ പ്രാപ്പടിയൻ സംഘം കെട്ടിപ്പൊക്കിയ കാസ്റ്റിംഗ് കൗച്ചുകളെ വൈകൃതങ്ങളുടെ താരാകാശം ഇടിഞ്ഞു പൊളിഞ്ഞു മുടിഞ്ഞു വീഴട്ടെ. അതിന് കേരളത്തിന് വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീമതി മാലാ പാർവതി, ശ്രീ വി കെ സനോജ്, അബിൻ വർക്കി, രാഹുൽ ഈശ്വർ, ബൈജു കൊട്ടരക്കര, അനിൽ അമ്പലക്കര, അഡ്വക്കേറ്റ് ഷുക്കൂർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീമതി മാലാ പാർവതി, ഈ റിപ്പോർട്ട്, ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ പലതാകുന്നുണ്ട്. അതിനുശേഷം വരുന്ന സർക്കാർ പ്രതികരണങ്ങളിൽ, അധികാരി പ്രതികരണങ്ങളിൽ ആ റിപ്പോർട്ടിനോട് നീതി പുലർത്തുന്ന ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? ലക്ഷ്മി, അത് ഹേമ കമ്മിറ്റി അല്ലായിരുന്നു, ആദ്യം ഹേമ കമ്മീഷനായിരുന്നു. ഹേമ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ, അതിന്റെ കുറച്ചും കൂടി പവർഫുൾ ഇത് ഒരു ലീഗൽ ബോഡിയാണ് കമ്മീഷൻ. അത് മാറി കമ്മിറ്റിയായി. ഏത് ഘട്ടത്തിലാണ് അങ്ങനെ കമ്മിറ്റി ആയതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ കമ്മിറ്റി ആയതോടുകൂടി ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ്. അതിനകത്ത് ഒരു ആക്ഷനബിൾ അല്ല കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പൊ അതിന്റെ നിയമസാധ്യതകൾ എങ്ങനെയാണെന്ന് ഇനി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കണം, അത് കഴിഞ്ഞാല് മാൻഡമസ് കൊടുക്കണം, അപ്പൊ അതിന് ലളിതകുമാരി കേസുമായിട്ട് അതിനകത്ത് ആപ്ലിക്കബിൾ ആവും. അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് ഇനി അതിന്റെ പിന്നാലെ പോയാൽ മാത്രമേ അതിന് ഇനി അതിനകത്ത് ആരൊക്കെയാണെന്നൊക്കെയുള്ള സാധനങ്ങൾ പുറത്തു വരുള്ളൂ. നമുക്കിപ്പോ പല മേഖലയിലുള്ള ഇപ്പൊ ഇതെല്ലാം ഊഹാപോഹങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, ഞെട്ടലൊന്നുമില്ല എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ എന്നാലും കോൺക്രീറ്റ് ആയിട്ട് ധാരാളം പേരെ വിളിച്ച് എല്ലാ മേഖലയിലെ ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് അവര് സത്യസന്ധമായിട്ട് അവർ മനസ്സ് തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പഠനം ആദ്യമായിട്ട് നടത്തി എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓർഡർ ഇട്ടല്ലേ, അങ്ങനെ WCCയോടും സർക്കാരിനോടും എനിക്ക് വലിയ ആദരവാണ്. എന്ന് വെച്ചാൽ ഒരു പഠനം വന്നല്ലോ. അപ്പൊ ഇനി അതിന് എന്തായാലും അതിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് നാളെ ഒരു കാലത്തേക്ക് നല്ല കാര്യങ്ങൾ, ഒരു മാറ്റമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ജനം അവെയറാണ്. അപ്പം അത് കൃത്യമായി ഇനി ഒരു മാറ്റം വരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് സിനിമ മാറും എന്നത് എക്കാലത്തെയും സ്വപ്നമാണ്. അത് സംഭവിക്കുന്നത് ആഗ്രഹിക്കും. ഓക്കെ, ഞാൻ ഷബിൻ വർക്ക് ഇവിടെ ശ്രീമതി മാലാ പാർവതി പറഞ്ഞ ശരിയാണ്. ഇത് രാജ്യത്തല്ല ലോകത്ത് തന്നെ ഇത്തരത്തിൽ സിനിമാ മേഖലയെ പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് വരുന്നതും ആ റിപ്പോർട്ട് വൈകിയാണെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് വരാതിരിക്കാൻ കുഴുത്തുരുമ്പ് നീക്കങ്ങൾ പലയാവർത്തി കണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച ആ റിപ്പോർട്ട് സെൻസർ ചെയ്താണെങ്കിൽ കൂടി പുറത്തേക്ക് വരുന്നതും അത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും നടാടയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്നതാണെങ്കിൽ കൂടിയും ഇന്ന് സാംസ്കാരിക മന്ത്രിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുകയാണ്, പരാതിക്കാരി ആരെങ്കിലും പരാതി നൽകിയാൽ കർശന നടപടിയെടുക്കും, അതല്ലാതെ കേസെടുക്കുന്ന പണിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിക്കുകയാണ്. അത് മതിയോ അബിൻ?
അതായത് ഹാഷ്മി, ഇത് ഒരു ദിവസം രാവിലെ സഖാവ് പിണറായി വിജയനോ സജി ചെറിയാനോ എന്നാൽ ഞാൻ ഈ സിനിമാ മേഖല അങ്ങ് ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഹേമ കമ്മീഷനോ കമ്മിറ്റിയോ അല്ല. ഇത് ഒരു നടിക്കുണ്ടായ വലിയ ഒരു ആക്രമണം, ആ ആക്രമണത്തെ തുടർന്ന് ശ്രീ PT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഇടപെട്ട് അത് പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും അത് സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഒരു WCC പോലൊരു സംഘടന ഉണ്ടാവുകയും ആ സംഘടനയുടെയും പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ പ്രകാരമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് 2020-ലാണ്. 4 കൊല്ലമായിട്ടും ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് അടയിരുന്ന സർക്കാരിൻ്റെ എന്തോ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഇതെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ശരിയല്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ ഒരു മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ 2020 ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൽ ഇത്ര ഗുരുതരമായ വിഷയങ്ങളുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇതിന്മേൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടിയിരുന്നു. അതല്ലാതെ ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വിടുകില്ല എന്നൊരു നിലപാടായിരുന്നില്ല ഈ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടിയിരുന്നത്. അതുമാത്രമല്ല, ഈ റിപ്പോർട്ടിൽ സെക്ഷൽ അസോൾട്ടും അതുപോലെ തന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും നടന്നിട്ടുണ്ട് എന്ന് പലകുറി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൻ്റെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന് സ്വമേധയാ FIR എടുത്ത് കേസെടുത്ത് അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകാമായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മലയാള സിനിമയിലെ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ അവർ ഇന്നൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാതെ ഈ 15 പേരടങ്ങുന്ന ആ പവർ ഗ്രൂപ്പിനെയും ആ പീഡകരെയും അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ മലയാള സിനിമയിലെ നല്ല ആളുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പറയാമായിരുന്നു. പക്ഷേ അതിനിടവരുത്താതെ ഇന്ന് ഈ മലയാള സിനിമയെ മുഴുവൻ ഒരു കരിനിഴലിലാകപ്പെട്ടത് ഈ സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ്. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇതിനകത്ത് ഇതിനെ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 136-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ മന്ത്രിക്കെതിരെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആകെ ഒരു സൂചനയുള്ളത്. ആ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് സർക്കാർ ഇത് മുഴുവൻ അങ്ങ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി ഈ കോൺക്ലേവ് നടത്താൻ പോകുന്നവർ തന്നെ ആരാണ് ഈ കോൺക്ലേവിന് ഇരിക്കാൻ പോകുന്നത് ഹാഷ്മി? ഈ പരാതി പറഞ്ഞവർ, അതിനൊപ്പം തന്നെ ഇരിക്കാൻ പോകുന്ന ആരാ? ഈ പീഡകർ എന്ന് ഈ പരാതി പറഞ്ഞവർ ആരോപിച്ച വ്യക്തികളാണ് ഈ കോൺക്ലേവിൽ ഇരുന്നു കൊണ്ട് ഈ സിനിമാ മേഖലയെ അങ്ങ് ശുദ്ധീകരിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ശരിയാക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് കോത്താഴത്തെ കോൺക്ലേവ് ആണ് എന്ന് സിനിമാ ഭാഷയിൽ ചോദിച്ചാൽ അതൊന്നും ആരും തെറ്റു പറയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തത്. ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആ പരാതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ താരതമ്പുരാക്കന്മാർ, അത് ഏത് ദേവേന്ദ്രനാണെങ്കിലും, ഇവിടെ ഏട്ടനാണെങ്കിലും ശരി, ഇക്കയാണെങ്കിലും ശരി, താരരാജാക്കന്മാരാണെങ്കിലും ശരി, അഭിനയ കുലപതികളാണെങ്കിലും ശരി, ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ പ്രിവിലേജും ഈ കേരളത്തിലെ പൊതുജനത്തിന് കിട്ടാത്ത ഒരു എക്സ്ട്രാ പ്രിവിലേജും ഈ കേരളത്തിലെ ഒരു താരരാജാക്കന്മാർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് നല്ല മനുഷ്യരായ നല്ല ആർട്ടിസ്റ്റുകളെ കരിനിഴലിലാക്കിക്കൊണ്ട് ചില മോശക്കാർ മാത്രം ഉള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ കുറ്റക്കാരെ അല്ലെങ്കിൽ ആ പീഡകരെ പുറത്തെത്തിക്കാനുള്ള സാമാന്യമായ യുക്തിപൂർവമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും പറയാനുള്ളത്. പക്ഷേ അത് ഇന്നേ വരെ സർക്കാർ ശരി. ഞാൻ ശ്രീ സനോജ്, ഇവിടെ സിനിമാ സാംസ്കാരിക മന്ത്രിയോട് ഇപ്പോൾ ചോദിച്ചാലും സാംസ്കാരിക മന്ത്രി പറയും ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ലെന്ന് പറയും. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ അത് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് സർക്കാർ കണ്ടില്ല. മന്ത്രി കള്ളം പറയുകയല്ലേ സനോജെ? കേസെടുക്കണമെങ്കിൽ കേസെടുക്കുന്നതിന് എന്താണ് സാംസ്കാരിക വകുപ്പിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഉത്തരവിറക്കി അത് വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് അറിയാത്ത ആളല്ല സാംസ്കാരിക മന്ത്രി, അത് വായിക്കാത്ത ആളുമല്ല സാംസ്കാരിക മന്ത്രി. ഈ പറഞ്ഞ 87 പേജ് കേരളം കാണണം. PK സനോജ്, ഇപ്പോൾ പൂഴ്ത്തിവെച്ചിരിക്കുന്ന 87 പേജ് അല്ല, പൂഴ്ത്തിവെച്ചിരിക്കുന്ന 87 പേജ് എന്തുകൊണ്ടാണ് പുറത്തുവിടാൻ കഴിയാത്തത് എന്ന് ഹാഷ്മിക്ക് അറിയാത്തതുകൊണ്ടാണോ? ഇവിടെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങൾ? WCC കൊടുത്ത ഒരു പരാതി, ആ പരാതി എത്രമാത്രം ഗൗരവത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ആ പരാതിയെ കണ്ടത്? ആ പരാതി എടുത്തിട്ട് ചവറ്റുകുട്ടയിലിട്ടിട്ടില്ല. ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായി മനസ്സിലാക്കി ഈ വിഷയങ്ങൾ അടിയന്തരമായും പഠിക്കേണ്ടതുണ്ട്, ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ളൊരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നത്. ആ കമ്മിറ്റി
വളരെ കൃത്യമായി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നു, റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഹേമ അവർ സർക്കാരിനൊരു കത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇതിലെ ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്, പുറത്ത് വിടാൻ കഴിയാത്തതാണ്. ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ ഓഫീസർക്ക് പല ആളുകളും അപേക്ഷ കൊടുക്കുന്നത് നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെച്ചു, ഈ പഠന റിപ്പോർട്ട് പൂർത്തിവെച്ചു. ആളുകൾ ഒരു ഹേമ കമ്മിറ്റിക്ക് ഇപ്പോൾ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാർ നിയോഗിച്ചതാണ്. അവർ സൗജന്യമായി ചെയ്തതെന്നല്ല. എന്റെയും താങ്കളുടെയും അടക്കം നികുതി പണം 1 കോടിയിൽ പരം മുടക്കി സർക്കാരിന് വേണ്ടി പഠിച്ചതാണല്ലോ ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയ്ക്കാണോ അധികാരം അതോ സർക്കാരിനാണോ അധികാരം? പവർ CVK സനോജ്. എന്തിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അപജയം അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. തുടർ നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ഒന്നും അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? എന്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസെടുത്തിട്ടില്ല? അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസെടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ജസ്റ്റിസ് ഹേമ ശുപാർശ എഴുതിയിട്ടില്ല. മാത്രമല്ല ഇതിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടന നേതാവല്ലേ? ആ റിപ്പോർട്ട് താങ്കളും വായിച്ചിട്ടുണ്ട്, അല്ല സാംസ്കാരിക മന്ത്രിയെ പോലെ വായിച്ചിട്ടില്ല എന്നങ്ങ് പറയില്ല എന്നാണ് എൻ്റെ ധാരണ. സനോജ്, അതിൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചാൽ തലമരച്ചു പോകുന്ന ലൈംഗികാതിക്രമങ്ങളുടെ പരമ്പരയാണ്. അതിൽ 89 പേജ് എന്ന് പറയുന്നത് ഇതിലെ കാതലായ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെണ്ണുപിടിയൻ കൂട്ടത്തിന് നേരിട്ടുള്ള അതിക്രമത്തിന്റെ കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ പോലും അത് കട്ട് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ഇത് വായിച്ചാൽ അങ്ങേയറ്റം വൈകൃതങ്ങളുടെ കൂട്ടമായി നടത്തുന്ന ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ്. ആ പരമ്പരയ്ക്ക് മുന്നിൽ നമുക്കെങ്ങനെ കേസെടുക്കാൻ കഴിയും എന്നൊരു വെറും നിസ്സഹായത കാണിക്കല്ലേ സനോജെ? ഹാഷ്മി, ഇവിടെ നിയമപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇവിടെ നിയമപരമായ തടസ്സം എന്താണ്? ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നു ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവരുടെ ശുപാർശയിൽ ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കണം എന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഈ കാര്യങ്ങൾ മാത്രമല്ലല്ലോ പ്രതിപാദിക്കുന്നത്. ഇതിനകത്ത് സിനിമാ മേഖല ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ അപജയങ്ങൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് അവരുടെ വേതന വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനം സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് സർക്കാർ വളരെ ആത്മാർത്ഥമായി ചെയ്തത്. മാത്രമല്ല ഇങ്ങനെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ലല്ലോ സിനിമയുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ. എവിടെ രൂപീകരിച്ചു ഇങ്ങനൊരു കമ്മിറ്റി? ഏത് ഗവൺമെന്റ് മുൻകൈ എടുത്തു ഇങ്ങനൊരു കാര്യത്തിന്? ഇവിടെ മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ എന്ന് നമ്മൾ ആരും കരുതുന്നുണ്ടോ? അങ്ങനൊന്നുമല്ല. അതൊക്കെ അപ്പൊ ഇതിനേക്കാൾ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഉറപ്പായും ഉണ്ട്. അത് കേരളത്തിൽ തന്നെയല്ല, രാജ്യത്ത് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാണ് നീക്കങ്ങൾ. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ എത്താം സനോജ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ ഇതിന്റെ മുഖവുരയിൽ തന്നെ ഈ കമ്മീഷൻ പറയുന്നുണ്ട് ഈ മൊഴി നൽകിയവരുടെ പേരുകൾ, ആർക്കെതിരെയാണ് മൊഴി നൽകിയത് എന്ന കാര്യം ഇതിൽ പറയുന്നില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 89 പേജുകളിൽ ആരുടെയും പേരുണ്ടാവാൻ വഴിയില്ലല്ലോ. ആകെ ഉണ്ടാവുക ഇന്ന സെറ്റിൽ വെച്ച് ഇന്ന രീതിയിൽ ഒരു നടൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ അനുവദിക്കാതെ നിരന്തരം ഹോട്ടൽ റൂമിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നതല്ലാതെ പേരില്ലാത്ത ഒന്നല്ല ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ പേജുകൾ പുറത്തേക്ക് വിടാൻ എന്താണ് പ്രശ്നം? ശ്രീ ബൈജു കൊട്ടാരക്കര, ഇനി സൂചന കൊണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതാൻ സർക്കാരിന് മടിയെന്താണ് ബൈജു കൊട്ടാരക്കര? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ ഇത്ര കാലം, നേരത്തെ സനോജൊക്കെ പറഞ്ഞതുപോലെ ഈ 4.5 വർഷം എൻ്റെ കാശ്മീർ ഇത് പൂഴ്ത്തി വെക്കാൻ അവരെ കൊണ്ടാവുമെങ്കിൽ ഇനിയും ഇതിനകത്ത് അടയിരിക്കാൻ സർക്കാരിനെ കൊണ്ടാകും, അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പിനെ കൊണ്ടാകും. സാംസ്കാരിക വകുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4.5 വർഷം ഇത് വെച്ചിട്ട് മിണ്ടാതിരിക്കുമായിരുന്നോ? ഇത് പുറത്തു വന്നതിന് ശേഷവും സാംസ്കാരിക വകുപ്പ് എന്താണ് ചെയ്തത്? ഇന്ന് 1 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. എന്താണ്? പുതിയ നിയമം ഉണ്ടാക്കും. എവിടെ? കോൺക്ലേവിൽ. ആരെയാണ് ഈ കോൺക്ലേവിൽ വിളിച്ചിരുത്തുന്നത്? ഇതിനകത്തുള്ള ഈ പെരുങ്കള്ളന്മാരെ തന്നെയല്ലേ വിളിച്ചിരുത്തുന്നത്? ഇവിടുത്തെ ഓരോ സംഘടനകളുടെ പ്രസിഡന്റ്, ഇപ്പോൾ ആത്മയുടെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു, ആത്മയുടെ പ്രസിഡന്റ് വരുമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ചില യൂണിയനുകളുടെ പ്രസിഡന്റ് വരുമായിരിക്കാം. തിലകനെ വിലക്കിയതാരാ? ഇവിടുത്തെ ഇരിക്കുന്ന ഒരു പ്രധാന യൂണിയന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. അതാണ് തിലകനെ വിലക്കിയത്, വിനയനെ വിലക്കിയത്, എന്നെ വിലക്കിയത്.
അപ്പൊ ഇതൊക്കെ സംഭവിച്ച ഒരു യൂണിയന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. അവരെ വിളിച്ച് വീണ്ടും കോൺക്ലേവ് നടത്തുന്നു, ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നു. ഇതാണോ വേണ്ടത്? ഇതല്ലല്ലോ. ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അവരുടെ പേരിൽ ഗവൺമെന്റ് കേസെടുക്കണം. പോക്സോ കേസ് വരെ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കേസുകൾ അതിലുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ഇത്ര മടി? ഗവൺമെന്റ് എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് അത്? ഈ ഒളിച്ചുകളി ആദ്യം നിർത്തണം. അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഞാനും പോയതാണ്, പല മീറ്റിങ്ങുകൾക്കും പോയതാണ്. പിന്നെ ശ്രീ AK ബാലൻ മന്ത്രിയായിരുന്നപ്പോൾ, സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ അതിൻ്റെ മീറ്റിങ്ങുകൾ പല ദിവസവും നടന്നിരുന്നു. അന്നൊക്കെ വളരെ വ്യക്തമായിട്ട്, വളരെ വ്യക്തവും ശക്തവുമായിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പോലും ഇത്രയും കാലം നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഇനി പുതിയ കോൺക്ലേവ് ഉണ്ടാക്കി സിനിമ അങ്ങ് നന്നാക്കി കളയാം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാഷ്മി. കാരണം ഇതിനകത്തെ കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു കോൺക്ലേവ് ഉണ്ടാക്കി ഇതിനെ നടത്തിക്കളാം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ പല ആളുകളും ഗവൺമെന്റിന്റെ പല പൊസിഷനിലും ഇരിക്കുന്ന ചില ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാഷ്മി നിഷേധിക്കുമോ? അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും നിഷേധിക്കുമോ? അല്ലെങ്കിൽ വെളിയിലിരിക്കുന്ന ആരെങ്കിലും നിഷേധിക്കുമോ? അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ പേര് പുറത്തു പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാനായിട്ട് എനിക്ക് തന്നെ ഒരു കുരിശ് വലിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം ആരാണ് ഇതിന്റെ പ്രതികളെന്ന് വളരെ വ്യക്തമായി അറിയാം. ഒരു ലൊക്കേഷനിൽ 17 തവണ ഒരു കുട്ടിയുടെ മുഖത്തെ ക്യാമറ വെച്ച് 17 ടേക്ക് എടുക്കുമ്പോൾ ആ ടേക്ക് എടുത്തത് എന്നെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന് ആ കുട്ടി പറയുമ്പോൾ അത് ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം. അതിനകത്ത് നായകൻ ആരാണെന്നും അറിയാം, അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണെന്നും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആരാണെന്നും അറിയാം. അതേപോലെ എത്രയോ ഉദാഹരണങ്ങളാണ് കിടക്കുന്നത്. ആ ഉദാഹരണങ്ങൾ ഇത്രയും കിടക്കുമ്പോൾ അത് വെച്ച് ആൾക്കാരുടെ പേര് പുറത്തു പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. എല്ലാവർക്കും അറിയാം. അതാണ്ട് ഇന്ന് ഇന്ത്യയിൽ പല ഇംഗ്ലീഷ് ചാനലുകളിലും, ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള പല ഇംഗ്ലീഷ് ചാനലുകളിലും നടൻ ദിലീപിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇന്ന് ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇന്ത്യ ടുഡേയിൽ ഇന്ന് വൈകുന്നേരം വരെ പോയ ന്യൂസുകളിൽ എന്റെ ക്ലിപ്പ് വരെ ഇരിപ്പുണ്ട്. നടൻ ദിലീപിന്റെ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം ഊഹിച്ചു നോക്കൂ. ശരി, അടുക്കൽ ഷുക്കൂർ, ഇവിടെ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നല്ല ഒരു 3 ഗേൾസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒന്നുകിൽ ആക്ട്രസ് എന്നാണ് അല്ലെങ്കിൽ വുമൻ എന്നാണ്. ഈ 3 സ്ഥലങ്ങളിൽ ഗേൾസ് ഓർ വിമൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ സൂചനയാണ് ഇതിൽ പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന സംഭവങ്ങളുണ്ടോ എന്നറിയാത്ത കാര്യം. ഈ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രി ഉണ്ടെന്ന് സംസ്ഥാനത്തെ ഒരു സംവിധായകൻ വിനയൻ പരസ്യമായി പറയുകയാണ്. ഇനി അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈംഗികാതിക്രമങ്ങളുടെ നീണ്ട ഒരു പരമ്പര അക്കമിട്ട് എഴുതിയ ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കെ ഇത് പരാതിക്കാരുണ്ടെങ്കിലേ കേസെടുക്കാൻ പറ്റൂ എന്ന സാങ്കേതിക തൊടിനായത്തിൽ പറഞ്ഞ് സർക്കാരിന് നിൽക്കാൻ കഴിയുമോ? അഡ്വക്കേറ്റ് ഷുക്കൂർ, ലൈംഗിക അതിക്രമ റിപ്പോർട്ട് മാത്രമായി ചുരുക്കുന്നതിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ ഹാഷ്മി ഉന്നയിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട സംഗതി, ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ അധ്യക്ഷ മിസസ് ഹേമ വളരെ വ്യക്തമായി പറയുന്നത്, നിലവിൽ ഈ സിനിമ നിർമ്മാണ സ്ഥലത്തുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കാരണങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വളരെ ആവർത്തിച്ച് പറയുന്നത് ഇരകളോടൊപ്പം നിൽക്കുന്നത് തന്നെയാണ്. തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഈ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പാണോ ക്രമം നടന്നത് നമുക്കറിയില്ല, പോക്സോ ആക്ട് വന്നതിന് ശേഷമാണോ എന്ന് നമുക്കറിയില്ല. ഈ മാത്രമല്ല, ഒരു CRPC പ്രകാരം പഴയ ഇത് 2024 ജൂലൈ 1 മുമ്പായതുകൊണ്ട് CRPC പ്രകാരമുള്ള പ്രൊസീഡിങ്സ് ആണ് ബാധക. CRPC പ്രകാരം ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് റിവീൽ ചെയ്യപ്പെട്ടാൽ നമുക്കറിയാം. പ്രത്യേകം ലളിതകുമാരി കേസിലെ വിധിന്യായം എന്താണ് സുപ്രീം കോടതി പറഞ്ഞതെന്ന് അറിയാം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തൊരു FIR രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെന്റ് പറ്റുമോ? മാത്രമല്ല, ആ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഗതി ഇവിടെ പരാതിക്കാരാവേണ്ടത് ഇരയാണോ സ്റ്റേറ്റ് ആണോ? അഡ്വക്കേറ്റ് ഷുക്കൂർ, ഞാൻ പറയട്ടെ, ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറഞ്ഞൊരു ആഷ്മി ശ്രദ്ധിച്ചിട്ടാണ് വിചാരിക്കുന്നത്. പത്രത്തിലും ഈ സംഗതി കമ്മിറ്റി രൂപീകരിച്ചിട്ട് മലയാളത്തിലെ പല പ്രമുഖ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ഇത് സംബന്ധമായി ആക്ഷേപമുള്ളവര്, അഭിപ്രായം ഉള്ളവർ കമ്മിറ്റി മുമ്പാകെ വന്ന് പറയണമെന്ന്. പലവട്ടം ആവർത്തിച്ചിട്ടും ആരും വന്നില്ല. അവസാനം തേടി പിടിച്ചിട്ടാണ് ഈ ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ഓരോ ഘട്ടത്തിലും കമ്മിറ്റി മുമ്പാകെ പറയുന്ന ഇരകളാക്കപ്പെട്ട ആക്ട്രസുകളോ അല്ലെങ്കിൽ 30 കാറ്റഗറി ഉണ്ട്. നമ്മളിപ്പോ സിനിമാ താരങ്ങൾ മാത്രമല്ല, അഭിനേതാക്കൾ മാത്രമല്ല, സിനിമ പ്രവർത്തിക്കുന്ന 30 കാറ്റഗറി, ബഹുമാനപ്പെട്ട ആഷ്മി മനസ്സിലായി, 30 കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിഭാഗം സ്ത്രീകളും വിവേചനവും സെക്ഷൽ ഹറാസ്മെന്റ് പോലുള്ള കാര്യങ്ങൾ വിധേയമാക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും എണ്ണി പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്ന കാര്യം,
ആ പ്രൊസീഡിങ്സ് മുഴുവൻ ഇൻ ക്യാമറ ആയിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആവർത്തിച്ച് പറയുന്ന കാര്യം എവറിത്തിങ് ഈസ് ഇൻ ക്യാമറ. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാല് ഒരു കാലത്തും ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ പാടില്ല ആരാണ് സംസാരിച്ചതെന്ന്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടല്ല, കമ്മിറ്റി റിപ്പോർട്ടാണ്. കമ്മീഷൻ റിപ്പോർട്ട് അല്ലാത്തത് തന്നെ ടേക്കൺ ആക്ഷൻ റിപ്പോർട്ട് നിയമസഭയിൽ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ വസ്തുതാ പഠന റിപ്പോർട്ട് പ്രകാരം നമുക്ക് CRPCയുടെ 154 പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. നമ്മൾ എന്താണ് ഗവൺമെന്റ് എടുക്കേണ്ട സ്റ്റാൻഡ്? FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അതിനുശേഷം ഒരു 154 CRPC പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 161 പ്രകാരം ആ ഇരയാക്കപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കണം. അങ്ങനെ മൊഴി കൊടുക്കുന്ന ഘട്ടം വരെ എത്തുന്നിടത്തേക്ക് ക്രമം പോകുമോ? ആരെയാണ് പ്രതിയാക്കേണ്ടത്? ശരി, ഞാൻ പക്ഷെ നമ്മൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോഴും പുഴുത്തു നാറുന്ന ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു സർക്കാർ സംവിധാനം നിയോഗിച്ച ഒരു ജസ്റ്റിസ് ഹേമ പഠിച്ച ഒരു റിപ്പോർട്ടിന് മുകളിൽ നമ്മളിങ്ങനെ നിസ്സഹായത കാണിക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ നിയമ സംവിധാനം എന്ന ചോദ്യം ഇത് കാണുന്നവർക്കുണ്ടാകും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീമതി മാലാപാർവതി, ഇവിടെ ഷുക്കൂർ വക്കീൽ ചോദിക്കുന്ന ആദ്യഘട്ടം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ലൈംഗികാതിക്രമങ്ങളിലേക്ക് ചുരുങ്ങി പോവുകയാണോ? ശരിയാണ്. ഇവിടെ മൂത്രമൊഴിക്കാൻ മരത്തിൻ്റെ മറവ് തേടി പൊന്തക്കാടിലേക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മൂത്രം പിടിച്ചു നിന്ന് മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാവുന്നവർ, സാനിറ്ററി പാഡ് മാറാൻ പോലും സൗകര്യമില്ലാതെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്നവർ, 6 മണിക്കൂറോളം വെയിലത്ത് നിൽക്കുന്നവരെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുമ്പോൾ പോലും ഹേമ എടുത്തു പറഞ്ഞെന്താണ്, ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് തന്നെയാണ് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് എടുത്തു പറയുകയാണ്. അവിടെ ചുരുങ്ങിയതാണെങ്കിലും പെൺകുട്ടികളും സ്ത്രീകളും നടിമാരും പോയി പരാതിപ്പെടുന്നുണ്ട്. അവർ പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട്, അവർ വാട്സാപ്പ് ചാറ്റ് കൊടുക്കുന്നുണ്ട്, അവർ ഓഡിയോ ക്ലിപ്പ് കൊടുക്കുന്നുണ്ട്. നീതി വേണമെന്ന് ആഗ്രഹിച്ചല്ലേ ആ നടപടിയൊക്കെ? ശ്രീമതി മാലാപാർവതി, നമ്മൾ നിസ്സഹായം നടിക്കാവോ? ഇല്ല, ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല ഹാഷ്മി. ഇത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹേമ കമ്മിറ്റിയില് നമ്മൾ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു. അതിനെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് പലരുടെയും നിന്ന് ഒരുമിച്ചാക്കിയിട്ട് റിപ്പോർട്ടാക്കി എന്നുള്ള ആശ്വാസം തന്നെയാണ് ഉള്ളത്. അത് ഈ പറയുന്ന പോലെ ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യം എങ്ങനെ ഇത് മാറ്റിയെടുക്കും എന്നുള്ളതാണ്. കാരണം ഇത് എത്ര കാലം മുമ്പ് തുടങ്ങണം, ഈ നിയമം എങ്ങനെ ബാധകമാക്കാൻ പറ്റും? ഇത് എന്ന് വെച്ചാല് ഒരു സ്ത്രീ പറയുന്ന ഒരു പരാതി, ഒന്നാമത് സ്ത്രീകൾ പറയുന്നത് കള്ളമായിരിക്കാം, അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കാം എന്നുള്ളതാണ് ഒരു പൊതുധാരണ. അപ്പൊ അതെങ്ങനെ വിശ്വസനീയമാവും? പുരുഷന്റെ വശം പറയാനുള്ള അവകാശം വേണ്ടേ? അവർക്ക് അവരുടെ കാര്യം പറയാൻ വേണ്ടി അത് രണ്ടുപേരും തെളിവ് കൊടുക്കണ്ടേ? എന്നൊക്കെയുള്ള 100 സംശയങ്ങളാണ്. നമ്മൾ പറയുന്നത് ഒരു ഇൻസിഡന്റിനെ കുറിച്ചല്ല, ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. ഒരു സിസ്റ്റം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത്രയൊക്കെ സൗകര്യം മതി, ഇത് മതി, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ശിക്ഷാ നടപടികൾ, പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, കമ്മീഷൻ എന്നുള്ളത് കമ്മിറ്റി ആയപ്പോ തന്നെ അതിന്റെ ഒരു മൊന ഒടിഞ്ഞുപോയി ഹാഷ്മി. അത് ഇപ്പൊ അദ്ദേഹവും പറയാൻ ശ്രമിച്ചു. അത് അപ്പൊ തന്നെ നമ്മളൊക്കെ അയ്യോ ഇതെങ്ങനെ ഇത് കമ്മിറ്റി ആയത്? അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു റിപ്പോർട്ടും ഒരു പഠനവും മാത്രമാണ്, അതിന്റെ ഒരു മൊന ഒടിഞ്ഞുപോയി. എന്നാൽ പോലും ഈ സ്ത്രീകളെല്ലാം തന്നെ, ഇവിടെ പരാതി വന്ന സ്ത്രീകളെല്ലാം തന്നെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം തന്നെ ഇന്ന് ഇപ്പൊ പലതരത്തിലുള്ളവർ എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കും പറയാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയും. അങ്ങനൊരു ചിലപ്പോ പരാതി കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവുമോ എന്നൊന്നും അറിയില്ല. കാരണം ആ ധൈര്യം പോലും സർക്കാർ എത്രത്തോളം സ്ത്രീകൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് നൽകുന്നു എന്നുള്ളത് പ്രധാനമാണ്. കാരണം നാളെ ഒരു കാലത്ത് ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, റിപ്പോർട്ട് വന്നിട്ട് എത്രയും ചർച്ച കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല, ഉണ്ടാവുന്ന ഒരു പവർ ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ മൂക്കി കയറ്റി കളയെന്ന് പറഞ്ഞിട്ട് എന്താക്കി എന്ന് ചോദിക്കില്ലേ? പിന്നെ ഉറപ്പില്ല ആ ഗതികേടിലേക്കാണോ ഇതിന്റെ പോക്ക് എന്നൊരു പ്രധാന പ്രശ്നം. ഞാൻ എത്താം. ശ്രീ അനിൽ അമ്പലക്കര, ഇവിടെ എന്താണ് ജസ്റ്റിസ് ഹേമ 2 or 3 എടുത്ത് പറയുന്നുണ്ട്, ഇത് മലയാള സിനിമയിൽ എല്ലാവരെയും പറ്റി പറയുന്നതല്ല, എല്ലാ പുരുഷന്മാരെയും പറ്റി പറയുന്നതല്ല, എല്ലാ നിർമ്മാതാക്കളെയും പറ്റി പറയുന്നത്, എല്ലാ സംവിധാനങ്ങളെയും പറ്റി പറയുന്നതല്ല. പക്ഷേ ഈ 1000 ലിറ്റർ പാലിൽ 1 തുള്ളി വിഷം വന്നാൽ പാല് മുഴുവൻ കേടാവുമെന്ന് പറഞ്ഞു മറ്റും 1 തുള്ളി വിഷം അവിടെ ഉണ്ട്. ആ വിഷം എടുത്തു മാറ്റേണ്ടത് അനിവാര്യമാണ്. ആ വിഷം എടുത്തു മാറ്റാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മടിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ ശ്രീ അനിൽ അമ്പലക്കര? അത്തരത്തിൽ ഒരു തോന്നൽ ഇപ്പോൾ തോന്നുന്നു. കാര്യം ഇങ്ങനൊരു കമ്മീഷൻ 2017 ഒരു കമ്മീഷൻ വെച്ചത്. അതെ. അപ്പോൾ അത് ഭരണഘടനയുടെ 122 വകുപ്പ് അനുസരിച്ച് നിയോഗിക്കപ്പെട്ട ഈ കമ്മീഷൻ ഇപ്പോൾ കമ്മിറ്റിയായി മാറി. പിന്നെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ച്
പഠനം നടത്തി ഗവൺമെൻറ് തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൽ നിന്ന് പുറത്തോട്ട് ഗവൺമെൻറ് പോകാൻ പാടില്ല. കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് 1000 ലിറ്ററിനകത്ത് ഒരു വിഷം ചേർന്നാൽ മതി. കാര്യം എല്ലാ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ എല്ലാ സെറ്റിലും ഇത് നടക്കുന്നു എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാര്യം പല സെറ്റുകളിൽ പോലും ഇത്തരത്തിലുള്ള സംഭവം നടക്കാത്ത എത്രയോ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ചില സിനിമകളിൽ ഇത് നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങളാണ്. അത് നമുക്കെല്ലാം അറിയാം. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്നതിൽ പല തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഇപ്പോൾ സ്ത്രീകൾക്ക് വെച്ചാൽ ഈ നടികൾക്കെതിരെ ഉള്ള ഒരു അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ WCCA ഒക്കെ വരുന്നതും ഈ തരത്തിലൊരു ഇടയ്ക്ക് ഗവൺമെൻറ് പോയി ചെയ്തത്. അല്ല, അതിനു മുമ്പ് നടക്കുന്ന ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും കാര്യം, പ്രത്യേകിച്ചും ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ പോലും അവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഇവിടെ സൂപ്പർ നടന്മാരുടെയൊക്കെ മുന്നിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ ഭരണത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്നവർ പോലും അവരുടെ മുമ്പിൽ ഒച്ചാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ എത്തിയിരിക്കുന്നു. അത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു സിനിമ. അത് മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഇത്തരം അനുഭവങ്ങൾ പലതും നമ്മുടെ സെറ്റിലും അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അതോടൊപ്പം തന്നെ സിനിമ ഒരു നിർമ്മാതാവ് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു സിനിമയെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചും ഈ തരത്തിലുള്ള ഈ ഗുണ്ടാ സെറ്റുകൾ, ഈ ഗ്യാങ് ഇതിനകത്തുണ്ട്. അത് പ്രൊഡ്യൂസറായാലും എക്സിബിറ്ററായാലും അത് ഡിസ്ട്രിബ്യൂട്ടറായാലും എല്ലാം ചേർന്നുള്ള ഒരു കോക്കസ് തന്നെ ഉണ്ട്. അത് പലപ്പോഴും നല്ല സിനിമകൾ പലതും നമ്മുടെ ഈ തരത്തിൽ ഇത് വളരെ മോശമായ രീതിയിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രംഗത്ത് ഇത് ഒരു വലിയ സംഭവമാണ്. അത് പറഞ്ഞ് നമ്മൾ ഈ നടികളുടെ മേലുള്ള അതിക്രമത്തിന് അപ്പുറത്ത് തന്നെ ഇത് ഈ ചൂഷണങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറുള്ള ഒരാൾ ലൊക്കേഷനിൽ വന്നാൽ എല്ലാവരും അല്ല, വന്നാൽ കൂടെയുള്ള സഹനടന്മാരോടോ നടികളുടെ പോലും വളരെ പുച്ഛമായ രീതിയിൽ പെരുമാറുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നൂറുകണക്കിന് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്. ലൈറ്റ് ബോയ്സ് പോലും ആർട്ടിസ്റ്റാണ്. അവന് ആ ഇതുണ്ടെങ്കിൽ മാത്രമേ അവനും അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അത്തരം നിരവധി കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ ഉണ്ടായി വരുന്ന ഒരു സിനിമയ്ക്കകത്ത് നടന്മാർ മാത്രം, സൂപ്പർ സ്റ്റാറുകൾ മാത്രം, ടോപ്പിൽ നിൽക്കുന്നവർ മാത്രം അതിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഒരു സ്ത്രീകളുടെ അതിക്രമത്തിന് അപ്പുറത്തേക്ക് പറയുമ്പോൾ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു രചയിതാവിന്, ഒരു തിരക്കഥാകൃത്തിന് ആ തിരക്കഥാകൃത്ത് മാറ്റാൻ അതിനകത്ത് അഭിനയിക്കുന്ന നടൻ, സൂപ്പർ സ്റ്റാർ തയ്യാറാകുന്നു. അവർക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഈ തരത്തിലൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ പല തരത്തിലുള്ള ഈ തരം മോശമായ പ്രവണതകൾ നടക്കുന്നുണ്ട് എന്നുള്ള സത്യം. രാഹുൽ ഈശ്വർ, ഈ പറയുന്നതൊക്കെ വെറുതെ അല്ലേ? ഈ പവർ ഗ്രൂപ്പ് ആരാണെന്നും അതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്നും അവർ ചെയ്യുന്ന ദുഷ്ക്രിയകൾ എന്തൊക്കെയാണെന്നും പുറത്തുവിടാൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ സർക്കാർ അത് പുറത്തുവിടില്ലേ? അത്തരക്കാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ, FIR ഇടണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ ഈ പറയുന്ന സാങ്കേതികതയുടെ അയവാഷ് നടത്തുമോ സർക്കാർ? ശ്രീ രാഹുൽ ഈശ്വർ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തുടങ്ങുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ജാഗ്രത തരട്ടെ, മുന്നറിയിപ്പ് തരട്ടെ. ഈ ദുരനുഭവങ്ങൾ സിനിമാ മേഖലയിൽ സാർവത്രികമല്ല, ഇത് യൂണിവേഴ്സൽ അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ തുടങ്ങുന്നത്. അതോടൊപ്പം പലപ്പോഴും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർ ഏറ്റവും നല്ല രീതിയിലാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നതെന്നും പെരുമാറുന്നതെന്നും, എന്നാൽ ചില തെറ്റായ ആൾക്കാരുണ്ട്, അവരെ നമുക്ക് മാറ്റണം എന്ന പോസിറ്റീവായ നോട്ടിലാണ് തുടങ്ങുന്നത്. 2, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തോട് എന്നും എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹവും മന്ത്രി സജി ചെറിയാനും ഒക്കെ വളരെ അവധാനതയോടുകൂടി പാകതയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നമ്മുടെ ആരാധ്യനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സൂചിപ്പിച്ചതുപോലെ ഈ ഇൻഡസ്ട്രിയെ നന്നാക്കണം എന്നുള്ള മനസ്സോടുകൂടി സൊല്യൂഷൻ സെൻട്രിക് ആയിട്ടാണ് CPM-ഉം കോൺഗ്രസും BJP ഇതിൽ ഒരുമിക്കേണ്ടത്. അപ്രായോഗികമായ ആശയങ്ങൾ മുമ്പോട്ട് വെച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല, ഫ്യൂച്ചർ സെൻട്രിക്കായി, സൊല്യൂഷൻ സെൻട്രിക്കായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേസ് എടുക്കണമെന്ന് പറയുന്നു. എത്രമാത്രം അപ്രായോഗികമാണ് ആലോചിച്ച് നോക്കൂ. 10-15 വർഷം മുമ്പ് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, കേസെടുത്താൽ എങ്ങനെ തെളിയിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്യും? ഹാഷ്മിക്കെതിരെയോ രാഹുൽ ഈശ്വറിനെതിരെയോ ഒരു ആരോപണം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറയാം. ഹാഷ്മിക്കെതിരെയോ രാഹുൽ ഈശ്വറിനെതിരെയോ 12 വർഷം മുമ്പ് ഒരു ആരോപണം വന്നാൽ എന്ത് മാനദണ്ഡത്തിൽ തെളിയിക്കും? അത് എൻലെസ് ലിറ്റിഗേഷനിലേക്ക് പോകും. ഇപ്പോൾ നല്ലൊരു മൊമെന്റത്തിൽ എല്ലാവരുടെയും മനസ്സുകൾ ഒരുമിച്ചിട്ടുണ്ട്, നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, മാറ്റണം. ഓർക്കുക, മലയാള സിനിമ ഒരു അധോലോകമോ മാഫിയോ അല്ല, ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ചില പ്രശ്നങ്ങൾ ഹാഷ്മിയുടെയോ രാഹുൽ ഈശ്വറിന്റെയോ 12 വർഷം മുൻപുള്ള പരാതിയെ പറ്റി ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഹേമ കമ്മിറ്റിയുടെ പക്കൽ. വാട്സാപ്പ് ചാറ്റുകളുണ്ട്, ഓഡിയോ ക്ലിപ്പുകളുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം ഈ തെളിവുകൾ ചേർന്നതാണ്.
ഈ ഡീറ്റെയിൽ തെളിവുകൾ കയ്യിൽ വെച്ച് സർക്കാർ പറയുകയാണ് തെളിവില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ഇത് പരാതികൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാകില്ലേ? അതായത് ഹാഷ്മിക്കെതിരെയോ എനിക്കെതിരെയോ ഒരു പരാതി ഒന്നും ഇരിക്കട്ടെ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പം നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാകില്ലേ? ഇനി ഇത് എൻലെസ് ലിറ്റിഗേഷനിലേക്ക് പോകണോ? അപ്രായോഗികമാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. എനിക്ക് വേണമെങ്കിൽ ഇത് രാഷ്ട്രീയമായി മിസ്യൂസ് ചെയ്ത് ശബരിമല പുള്ളി എടുത്തു ചാടി ഈ വിഷയത്തിൽ മുട്ടുപറച്ചു എന്ന് പറയാം. കുറച്ച് വർഗീയ ചുവകൂടെ വെച്ച് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മുട്ടടിച്ചു എന്ന് പറയാം. അത് പറയാത്തത് സിനിമാ രംഗം നന്നാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ സിനിമാ രംഗം നന്നാവണമെന്നും പോസിറ്റീവായി മുമ്പോട്ട് പോകണമെന്നും അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരു പോസിറ്റിവിറ്റി വേണം. നമുക്ക് എന്താ വേണ്ടത്? ഒരു സിനിമാ നയം വേണം, നല്ല നിലപാടുകളും നടപടികളും വേണം, ഒരു നിയമം വേണം. ഈ രീതിയിൽ പല്ലുള്ള ഒരു നിയമം നിർമ്മിക്കാൻ ഒരു കോൺക്ലേവ് വേണം, അതിൽ നടപടികൾ വേണം, ആൾക്കാർ ഒരുമിച്ച് വരണം. ഈ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി അല്ലേ വേണ്ടത്? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല, സിനിമാ ഇൻഡസ്ട്രിയുടെ പുതിയ ജാതകം എഴുതുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചെയ്യേണ്ടത്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കി പ്രശ്നങ്ങളിലേക്ക് പോയി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല. അതുകൊണ്ടല്ലേ രേവതി, നമുക്കെല്ലാം അറിയാവുന്ന രേവതി നല്ല ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്കെല്ലാം ഇഷ്ടമുള്ള ആളാണ്. രേവതി അടക്കമുള്ള ഏറ്റവും പ്രമുഖരായ നടിമാർ പറയുന്നത് പഴയ കാര്യങ്ങളുടെ പുറകെയല്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നത് പഴയ കാര്യങ്ങളുടെ പുറകെയല്ല, നമുക്ക് നാളെ എങ്ങനെ നന്നാക്കാം എന്നുള്ള സൊല്യൂഷൻ സെൻട്രിക്കായ അപ്രോച്ച്. അത് തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ആക്രമിക്കാറുന്നല്ലോ, പിണറായി വിജയൻ അടയിരിക്കായിരുന്നു എന്ന് പറയാമല്ലോ, പിണറായി വിജയൻ മോശക്കാരനാണെന്ന് പറയാമല്ലോ, സജി ചെറിയ മോശക്കാരനാണെന്ന് പറയാമല്ലോ. ശ്രീ സുരേഷ് ഗോപി പറയാത്തത് അദ്ദേഹം മാന്യനായതുകൊണ്ടും നന്മയുള്ളതുകൊണ്ടും ഇത് നന്നാകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കുകയല്ല വേണ്ടത്, പ്രായോഗിക ബുദ്ധിയോടെ സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശ്രീ അബിൻ വർക്കി, ഇവിടെ എല്ലാവരും നന്മയുടെ വെള്ളരിപ്രാക്കളാണ്. 90 വർഷം പഴക്കമുള്ള മലയാള സിനിമയിൽ ചിലരുടെ തിക്താനുഭവങ്ങൾ വെച്ച് അയ്യോ മോശമെന്ന് പറയല്ലേ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. സുരേഷ് ഗോപി വയ്ക്കുമ്പോൾ സർക്കാരിനെ പഴിക്കാനില്ല, ഞാനിപ്പോൾ എന്താണ് സിനിമാ മേഖലയിലില്ല, എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം എനിക്ക് ആരുമായുമില്ല എന്നിങ്ങനെ എല്ലാവർക്കും വല്ലാത്ത ശാന്തത, വല്ലാത്ത പക്വത, വല്ലാത്ത മെച്യൂരിറ്റി, വല്ലാത്ത അവധാനത. അബിൻ വർക്കി, ഇവിടെ 233 പേജുകളിൽ കൊടിയ ലൈംഗിക അതിക്രമങ്ങളുടെ, സെക്ഷൽ അസോൾട്ടിന്റെ, വൃത്തികേടുകളുടെ ഒരു നിര മുന്നിൽ വെച്ചാണ് ഈ അവധാനതയും ശാന്തതയും. അബിൻ, അതായത് ഹാഷ്മി, എനിക്ക് നമ്മുടെ ഈ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക എന്നുള്ള ബീജമോ, അല്ലെങ്കിൽ തന്നാരെ താനേ എന്നുള്ള ആ ബീജമോ ഏതെങ്കിലും ഒന്ന് ഇവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയോ, ഇവരെന്ത് തോന്നിവാസമാണ് ഈ ഒരു ചാനൽ ചർച്ച വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പുറത്തു വിട്ടാൽ നോവുന്നവനങ്ങ് നോവട്ടേന്നേ, ഇതിൽ നടപടി എടുക്കുന്നവനങ്ങ് നോവട്ടേന്നേ. ആർക്കാണ് ഇവിടെ വിഷയം? മടിയിൽ കനവില്ലാത്തവൻ പേടിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കണ്ട എന്ന് ഈ ഹേമ കമ്മിറ്റി തന്നെ പറയുന്ന കാരണം എന്താ? അത് ഇതിൻ്റെ 114ാമത്തെ പോയിന്റ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. Even though evidence before us discloses several sexual acts which are committed against women in cinema, mostly constitute various offences under the Indian Penal Code and also fall under definition of the sexual harassment of women at workplace, etc. But the women in cinema who suffer the atrocities prefer to keep silence while thinking about the serious consequences. ഇത് 114ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുക. 38ാമത്തെ പേജിൽ ഈ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയോ? മലയാള സിനിമയിൽ നടക്കുന്നത് എന്താണെന്നറിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെക്ഷൽ അട്രോസിറ്റിയെ പറ്റി പുറത്തു പറഞ്ഞാൽ അവർ നേരിടുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് അറിഞ്ഞാൽ അവർ പറയാതിരിക്കുന്നതിൻ്റെ ന്യായീകരണമായി ഞാൻ തന്നെ കരുതുകയാണെന്നാണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ കരാള ഹസ്തമാണ് മലയാള സിനിമയെ പിടിച്ചടക്കിയിരിക്കുന്നത്. എന്നിട്ട് അവരെ പുറത്തു വിടണ്ട എന്ന് ഒരു സർക്കാർ പറയാണ്. ഞാൻ ആരെയും കുറ്റക്കാരനാക്കാനില്ല. സാംസ്കാരിക നായകർ, അയ്യോ എന്ത് സാംസ്കാരിക നായകരാണ്, ഇവരുടെ നന്മയുടെ ലോകം എന്തോരുമാണ്, ഞാൻ അവരെ ഒന്നും ഉപദ്രവിക്കാൻ വന്നില്ല. തോന്നിവാസമല്ലേ? ഇവിടെ CRPCയുടെ സെക്ഷൻ 164 അനുസരിച്ച് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ അത് ജസ്റ്റിസ് ഹേമയാണെങ്കിലും ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിലും നടന്നു എന്നറിഞ്ഞാൽ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അത് FIR ആക്കി രജിസ്റ്റർ ചെയ്ത് കേസെടുപ്പിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ ഹാഷ്മി, ഒരു സ്കൂളിൽ ഒരു കൗൺസിലറുടെ അടുത്ത് ഒരു കുട്ടി വന്ന് ഒരു പീഡനത്തിന് ഇരയായി എന്ന് പറയുകയാണ്. ആ കുട്ടിയുടെ ഭാവി ഓർത്ത്, ആ കുട്ടി നേരിടാൻ പോകുന്ന മാനസിക സമ്മർദ്ദം ഓർത്ത് നമ്മളത് പുറത്തു വിടാതെ ചൈൽഡ് ലൈന് കൊടുക്കാതിരുന്നാലുള്ള ബാക്കി പത്രം എന്തോരുമാണ്. ഇനി ഒരു സീരിയസ് ഇവിടെ ഈ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ ഈ കാലയളവിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായ 2 പേർക്കെതിരായി കിട്ടിയ പരാതി സർക്കാർ അയച്ചു കൊടുത്ത കാര്യം പറയുന്നുണ്ട്. അത് നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കണം. സർക്കാർ അയച്ചു കൊടുത്ത കാര്യം പറയുന്നുണ്ട്.
സർക്കാരിന് കിട്ടി. അപ്പൊ ആ സർക്കാരിന് കിട്ടിയ 2 പരാതി ഇത് ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തതിലൂടെ സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും 2 പരാതി കിട്ടി. ആ പരാതി കൂടി ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് മറ്റൊരു പ്രൊവിഷൻ ഇല്ല എന്നറിഞ്ഞിട്ടും സർക്കാർ തന്നെ ഒത്തുകളിക്കുകയല്ലേ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെയുള്ള ആളുകൾ ഇതൊരു വലിയ രാഷ്ട്രീയ സിനിമ നെക്സസ് ആണ്. മാഫിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ആ മാഫിയയിൽ അറിഞ്ഞോ അറിയാതെ പലരും ഭാഗവാക്കാവുകയാണ്. പലർക്കും ഇതിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പലരുടെയും ഓഹരി പലതിലുമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പീഡകർ പുറത്തു വരണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഹാഷ്മി, എ എന്ന് പറയുന്ന ഒരാളെ ബി പീഡിപ്പിച്ചു. എയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണ്ട. അതിന്റെ കാരണം എന്താ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നതാണ്. ബിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട എന്ന് ഈ നാട്ടിൽ ആരാ പറയുന്നത്? ബിയുടെ ഐഡന്റിറ്റി പുറത്തു വരണ്ടേ? മീറ്റു ആരോപണം വന്നല്ലോ. മീറ്റു ആരോപണം വന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസുമായി ബന്ധപ്പെട്ട് മീറ്റു ആരോപണം വന്നപ്പോൾ 40 കൊല്ലം മുമ്പത്തെ ആരോപണമാണ് കേസായി നിയമ നടപടികളിലേക്ക് പോകുന്നത്. ആ 40 കൊല്ലത്തെ ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ കേവലം 5, 8, 10 കൊല്ലത്തെ മുമ്പത്തെ ചരിത്രം ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് ചില ജീവികൾ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? അതും മാത്രമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് ഒരു നടപടിയും എടുക്കാതെ 4.5 കൊല്ലത്തേട്ട് ഇതൊക്കെ ഈ സിനിമാ മേഖലയിൽ തുടരട്ടെ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ന്യായം എന്താണ് പറയാനുള്ളത്? അതും മാത്രമല്ല, ഇതൊക്കെ നമ്മൾ ഇനി മറന്നുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തി ഈ വേട്ടക്കാരെയും ഇരയെയൊക്കെ ഒന്നിച്ച് ഒരു സ്റ്റേജിലിരുത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞ് അങ്ങ് കയ്യിൽ പിടിച്ച് വിടാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നിയമമാണ്, എന്ത് സാമൂഹ്യ പരിരക്ഷയാണ്, എന്ത് പൊതുപ്രവർത്തനമാണ് ഹാഷ്മി നമ്മളൊക്കെ നടത്തുന്നത്? അതുകൊണ്ട് ഒരു സംശയം വേണ്ട, അരയിൽ കനമുള്ളവനൊക്കെ അരയിൽ കനം വെച്ചിട്ട് നന്മയുള്ള ലോകം പാടിയിരുന്നാൽ മതി. ഇതിനകത്ത് നിയമപരമായ നടപടികളിലേക്ക് പോകണം. ഇതിനി ഏത് ദേവേന്ദ്രനാണെങ്കിലും ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം. അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗം പിടിക്കാൻ, എല്ലാ ഭാഗവും പിടിക്കാൻ നമുക്കാവില്ല ഹാഷ്മി. കാരണം അഗ്രീവഡ് ആയിട്ടുള്ള ആളുകളും ഇറങ്ങി നിൽക്കേണ്ടതുണ്ട്. ആ അഗ്രീവഡ് ആയിട്ടുള്ള ആളുകൾ ഇറങ്ങി നിന്നാൽ ഒരു സംശയം വേണ്ട, അവർ നേരിടുന്ന ഏത് കോൺസിക്വൻസസിനും യൂത്ത് കോൺഗ്രസ് ആ കോൺസിക്വൻസസിനെ മറികടക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് പറയാൻ ആ നിലപാടിന് അഭിവാദ്യങ്ങൾ അബിൻ, ആ നിലപാടിന് അഭിവാദ്യങ്ങൾ. ശ്രീ വി കെ സനോജ്, ഇവിടെ തെളിവുണ്ടെന്നേ, ഇവിടെ പെൻഡ്രൈവ് ഉണ്ട്, ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, വാട്സാപ്പ് ചാറ്റ് ഉണ്ട് എന്ന കാര്യം പറയുന്നത് ജസ്റ്റിസ് ഹേമ തന്നെയാണ്. ശ്രീ വി കെ സനോജ്, ഇവിടെ സാംസ്കാരിക മന്ത്രി ആവർത്തിച്ച് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ വായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. 2020 ജസ്റ്റിസ് ഹേമ എഴുതിയ കത്തിനെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയുന്നുണ്ടല്ലോ. ആ ജസ്റ്റിസ് ഹേമ എഴുതിയ ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ഗുരുതരമായ ലൈംഗികാതിക്രമങ്ങളുടെ വിശദാംശങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശദാംശങ്ങൾ ഉണ്ടെന്ന് ആ കത്ത് വായിക്കുന്നുണ്ടാവില്ലേ സാംസ്കാരിക മന്ത്രി? അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുതരമായ സെക്ഷൽ പ്രൊഡേറ്റേഴ്സിനെതിരെ എന്തു നടപടി സർക്കാർ സ്വീകരിച്ചു എന്നാണ്? പോട്ടെ, ഇരയുടെ പേര് പറയേണ്ട, വേട്ടക്കാരുടെ പേര് പറയേണ്ട, എന്തു നടപടി സർക്കാർ സ്വീകരിച്ചു? 4.5 വർഷം കാശ്മീർ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പം ആവർത്തിച്ച് ചില ആളുകൾ ധരിപ്പിക്കുന്നത് എന്താണ്? 4 വർഷമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ്. സർക്കാരിന് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ല. സർക്കാർ എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന് മുഖ്യമന്ത്രി പറയാവുന്ന എല്ലാ നിലയിലും ഇന്ന് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചിട്ട് ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അബിൻ വർക്കിയെപ്പോലുള്ള ആളുകൾ വന്നിരിക്കും. അവരെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമപ്രവർത്തകർ സല്യൂട്ട് അടിക്കും. അത് നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നല്ലവണ്ണം അടിച്ചോളൂ. ശ്രീ വി കെ സനോജ്, ഇവിടെ മനുഷ്യൻ വായിച്ചാൽ എന്തൊരു പുഴുത്തുനാറിയ എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുമ്പോ സർക്കാർ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോ ഏതെങ്കിലും സംഘടന നിയമ നടപടി ഞങ്ങൾ പോകുന്നു പറഞ്ഞാൽ സല്യൂട്ട് അടിക്കും. അതിൽ ഡിവൈഎഫ്ഐ കരുത്തുണ്ടോ? ഒരു വാക്ക് പറയാനെങ്കിലും കേരളത്തിലെ ഏറ്റവും യുവജന ഡിവൈഎഫ്ഐ കരുത്തുണ്ടോ സനോജ്? അല്ല, വെറുതെ ഒരു വാക്ക് പറയാനെങ്കിലും കരുത്തുണ്ടോ? ആഷ്മി പരിശോധിക്കണ്ട, അതൊന്നും ആഷ്മി പരിശോധിക്കണ്ട. അല്ല, വെറുതെ ഒരു വാക്ക് പറ. അതൊന്നും ആഷ്മിയുടെ സല്യൂട്ട് വേണ്ട. അല്ല ശ്രീ പ്രിയപ്പെട്ട നേതാവേ വി കെ സനോജെ, ഇരകൾക്കൊപ്പമാണ് ഡിവൈഎഫ്ഐ എന്നൊരു വാക്കെങ്കിലും പറ. സല്യൂട്ട് കയ്യിൽ വെച്ചേ, ആഷ്മിയുടെ സല്യൂട്ട് വേണ്ട. ഞാനിവിടെ വസ്തുതയാ പറയുന്നത്. എന്ത് വസ്തുത പറയാൻ അനുവദിക്കൂ? നിങ്ങൾ അബിൻ പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ സല്യൂട്ട് ഞാൻ പറഞ്ഞുതരാം, അയാളുടെ സല്യൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആലുവ നഗരസഭ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ജബി മേത്തർ ആരാ, അവിടുത്തെ അൻവർ സാദത്ത് ആരാ, കോൺഗ്രസിന്റെ MLA യും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗവും പങ്കിട്ട ഒരു വേദി, ആ വേദിയിൽ ഒരു നടൻ പ്രത്യക്ഷപ്പെട്ടല്ലോ. അപ്പോഴൊന്നും തോന്നാത്ത ഒരു ആവേശം ഇപ്പൊ വല്ലാണ്ട് തോന്നുന്നുണ്ടല്ലോ. പിന്നെ ആ ഒരു നടൻ അവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത്, അയ്യോ ഞാൻ അത്രയും ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല,
നടൻ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൂത്രമൊഴിക്കാറുള്ളൂ എന്നൊക്കെ പുലമ്പിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു നടനുണ്ടായിരുന്നല്ലോ, അയാളെ പിടിച്ചുകൊണ്ടുപോയി മത്സരിപ്പിച്ചല്ലോ ഈ അബിൻ വർക്കിയുടെ പാർട്ടി. ആ ആക്ക് വേണ്ടിയിട്ട് അബിൻ വർക്കി തെരുവുകളിൽ പോയി പ്രസംഗിച്ചല്ലോ ബാലുശ്ശേരിയിൽ. മറന്നുപോയോ? അതിനൊന്നും സല്യൂട്ടില്ലേ? അപ്പൊ ഇതൊക്കെ ആരെ പറ്റി? ഒറ്റ വാക്യം ചോദിച്ചോട്ടെ, വി കെ സനോജ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ റിപ്പോർട്ടിൽ കൊടിയ ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് പറയുന്ന ഇരകൾക്കൊപ്പമാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന ഡിവൈഎഫ്ഐ. എന്തെങ്കിലും ഒരു വാക്ക് പറയാനുള്ള ധൈര്യം സനോജിനുണ്ടോ? ഇരകൾക്കൊപ്പമാണ് സംഘടന എന്ന് പറയുമോ ഡിവൈഎഫ്ഐ? ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറയാം ഇവിടെ എന്തുകൊണ്ടാണ് നടപടിയിലേക്ക് കടക്കാത്തത് എന്നതിന്റെ കൃത്യമായ ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഹേമ തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഈ സ്വകാര്യത വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിന് ആര് മറുപടി പറയും? ഈ കേരളത്തിൽ ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു ലൈംഗിക അതിക്രമ കേസ് എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാത്ത പ്രശ്നം ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് എടുത്ത കേസുകൾ നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായല്ലോ, അതിനെ തുടർന്നാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തായിരുന്നു പോലീസ് എടുത്ത നിലപാട്? ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലേ? ആ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ കൂട്ടിയിട്ട് വേദി പങ്കിട്ടിട്ട് നാണമില്ലാതെ ഈ ചർച്ചയിൽ വന്നിട്ട് അതും ഇതും പറയല്ലേ ചില ആളുകളോട് വന്നിട്ട്? അതിനെക്കുറിച്ച് ചോദിക്കാനില്ലേ? അതൊന്നും ഹാഷ്മി അറിഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് ഹാഷ്മി. ആളുകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്തത്? ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കില്ല എന്ന് പറയുന്നത്? അത് ഈ രഹസ്യം സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി വാങ്ങിയത്. ഇനി ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കൃത്യമായി പരിശോധിക്കും, നടപടിയെടുക്കും, കേസെടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടോ? കേസെടുക്കാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഈ കമ്മിറ്റി രൂപീകരിച്ച എന്തിനാണ്? നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ പല പ്രവണതകളെയും പറ്റിപ്പഠിക്കാനും പരിശോധിക്കാനുമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതിന് പറ്റാവുന്ന തരത്തിലുള്ള പല ശുപാർശകളും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്? ആ ശുപാർശകൾ അതിനൊരു പൊതുമാർഗരേഖ കൊണ്ടുവരാൻ ഗവൺമെന്റ് അധികാരം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വനിതകർ ആയി വരുന്ന സിനിമകൾക്ക് സർക്കാർ ധനസഹായം കൊടുക്കുകയാണ്. 4 സിനിമകൾ അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ കൂടി ഭാഗമായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺക്ലേവിനെ കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ ആക്ഷേപത്തോടുകൂടി പറഞ്ഞല്ലോ. എന്തിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്? ആർക്കെങ്കിലും ഭക്ഷണം കഴിച്ച് പിരിയാനാണോ? സിനിമാ നയം രൂപീകരിക്കാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം മുന്നോട്ട് വരുന്നു ഒരു സിനിമാ നയം രൂപീകരിക്കാൻ. അതിനു വേണ്ടിയിട്ട് ഒരു കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു. അതിനെല്ലാം എത്രമാത്രം പുച്ഛത്തോടു കൂടിയാണ് ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകരോട് അവതരിപ്പിക്കുന്നത്. ചർച്ച നടത്തിയിട്ട് ഇവിടെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന 89 പേജ് ഒന്ന് പുറത്തുവിട്. ഈ നിയമത്തിന്റെ സാങ്കേതികത പറയാതെ, സ്വകാര്യതയുടെ മുട്ടാപ്പോക്ക് പറയാതെ, പുറത്തുവിടാൻ പറ്റുമെന്നേ? ഒരു ലംഘനമല്ല. ഇരകളുടെ പേര് പറയണ്ടെന്നേ. ഒന്നാമത്തെ കാര്യം 89 പേജിൽ ഒരു പേരുമില്ല. ഈ 89 പേജിൽ ഒരു പേരുമില്ല, ആരുടെയും പേരില്ല. അത് ഹേമ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഷ്മി പറയുന്നത് പോലെ ഈ 7.5 ചർച്ചയുടെ ഇൻട്രോ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആളുകളെ ആവേശപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിയമത്തെ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഈ മൊഴിയുടെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്താൻ പാടില്ല. സർക്കാരിന് അങ്ങനെ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഹാഷ്മി. അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഹാഷ്മി എല്ലാം നാളെ ഇതിനേക്കാൾ വലിയ കഥാപ്രസംഗം ഇൻട്രോ ആയിട്ട് അവതരിപ്പിക്കും. ഇങ്ങനെ ഒരു റിട്ടയർഡ് ജഡ്ജി പറഞ്ഞിട്ടും അത് കേൾക്കാതെ രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് ഗവൺമെന്റ് ആളുകളെ ഈ രഹസ്യ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഹാഷ്മി തന്നെ നാളെ ചർച്ച സംഘടിപ്പിക്കും. കണ്ടതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് നിയമാനുസൃതമായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ബൈജു കൊട്ടരക്കര, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പവർ ചെറിയ പവറല്ല.
15 പവർ ഗ്രൂപ്പിന്റെ പവർ ഏത് കോൺക്ലേവ് സംഘടിപ്പിച്ചാലും അത് ചെറിയ പവറല്ല. ബൈജു, ഒരിക്കലുമല്ല ഹാഷ്മി. അതായത് ഞാനതാണ് പറയാൻ വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ചാനലുകളും പൊതുസമൂഹവും ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ ഇന്നലെ മുതൽ ഈ മേലാളന്മാരുടെ ഉച്ചിഷ്ടം കഴിക്കുന്ന ചില ആളുകളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ ഭാഗ്യലക്ഷ്മിയൊക്കെ മലയാള സിനിമയുടെ അവസാന വാക്കാണെന്ന് ആരാണ് പറഞ്ഞത്? രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഭാഗ്യലക്ഷ്മിയാണോ മലയാള സിനിമയുടെ അവസാന വാക്ക്? ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചില ആളുകൾ ഇവരൊക്കെ ഇപ്പോൾ ഈ ഇവരുടെ കൂടെയാണ്, ഇരകളുടെ കൂടെയല്ല. ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് അവരുടെ കൂടെ അവരെ ന്യായീകരിച്ച് കിടക്കുന്നു. ഈ ഇത്രയും ആളുകൾ ന്യായീകരിക്കുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലായി. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ചില ആളുകൾ ന്യായീകരണവുമായി ഇറങ്ങി. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിനകത്ത് തങ്ങളുടെ ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ അറിഞ്ഞപ്പോൾ അവിടെയും ന്യായീകരണമായി. മൊത്തത്തിൽ ന്യായീകരിച്ച് ഈ ന്യായീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജനത്തിനറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നേരത്തെ അബിൻ വർക്കി പറഞ്ഞതുപോലെ ഈ കോൺക്ലേവ് നടത്തിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മലയാള സിനിമയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ നടന്ന ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും എല്ലാം അങ്ങ് മറക്കട്ടെ. നാളെ മുതൽ ജനങ്ങളെല്ലാവരും മാലാഖമാരായി ജീവിക്കട്ടെ. സിനിമയിലും അങ്ങനെ ആവട്ടെ. ഇന്നലെ വരെയുള്ള ബലാത്സംഗങ്ങളും കേസുകളും ഒക്കെ ഗവൺമെന്റ് എഴുതി തള്ളട്ടെ. നാളെ മുതൽ സിനിമാക്കാരെല്ലാം മാലാഖമാരാണ് എന്നങ്ങ് തീരുമാനിക്കട്ടെ. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ ന്യായമാണ്? 40 വർഷത്തിന് മുമ്പുള്ള 40 വർഷം മുമ്പുള്ള മീറ്റു ആരോപണത്തിന് പോലും കേസെടുത്ത ആളുകൾ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ജസ്റ്റിസിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് അതിന് കേസെടുക്കത്തില്ല പറഞ്ഞ് എവിടുത്തെ ന്യായമാണ് മിസ്റ്റർ സനോജ്? സനോജ് ഒരു സഖാവല്ലേ? ഇത്രയും മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാള്, ഒരു സംഘടനയുടെ ഒരാള്, ഒരു സാംസ്കാരിക വകുപ്പ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സിനിമ പോലൊരു വലിയ വ്യവസായത്തിൽ ഇവിടെ ബലാത്സംഗം ചെയ്യുന്നവൻ ബലാത്സംഗം ചെയ്യട്ടെ, ഇവിടെ വൃത്തിയുടെ കാണിക്കട്ടെ. നാളെയും ഇങ്ങനെ പോകും. ഈ കോൺക്ലേവ് കഴിഞ്ഞാലും അങ്ങനെ പിടിച്ചിരുത്തി കഴിഞ്ഞാലും ഞങ്ങൾ ആവർത്തിച്ചു. ഹേമ കമ്മിറ്റി സർക്കാരിനോട് പറഞ്ഞാൽ പുറത്തുവിട്ട് കൂടാന്നുണ്ടോ? ഹേമ കമ്മിറ്റി സർക്കാരിന് ഹേമ കമ്മിറ്റിയേക്കാൾ ശക്തിയുണ്ട് പ്രിയപ്പെട്ട വി കെ സനോജ്. സർക്കാരിന് ഹേമ കമ്മിറ്റിക്ക് താഴെയല്ല സർക്കാർ, മുകളിലാണ്. ഇതെന്തെങ്കിലും ശക്തി പരിശോധിക്കുന്നതല്ല ഇത്. ഹേമ കമ്മിറ്റി റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശക്ക് വിരുദ്ധമായിട്ട്, ആ കമ്മിറ്റിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി ഭവിഷ്യത്ത് അതിന് ആ ഉത്തരം ഇരകളുടെ പേര് പുറത്തു വരണമെന്ന് ആര് പറഞ്ഞു? ഇരകളുടെ പേര് പുറത്തു വരണമെന്ന് ആര് പറഞ്ഞു? ഈ 15 പവർ ഗ്രൂപ്പിൽ എന്തായാലും ഇരകളില്ലേ? 15 പവർ ഗ്രൂപ്പിൽ ഇരകളില്ലേ? ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതി ഉയർന്നു വന്നാൽ അതിന്മേൽ എത്ര ശക്തമായ നടപടിയെടുക്കും എന്ന് നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടല്ലോ. അങ്ങനെയല്ല പേരുകളാണ് ഞങ്ങൾ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഹാഷ്മി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ മലയാള സിനിമയുടെ അപജയം പരിഹരിക്കാനാണോ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഹാഷ്മി, എന്തിനാ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഒറ്റ ചോദ്യമുള്ളൂ. ഇരകളുടെ പേര് പുറത്തുവിടണ്ട. ഇതിനെ നിയന്ത്രിക്കുന്ന അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 15 പവർ ഗ്രൂപ്പ് ആരാണെന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, CPM-നുണ്ട്, ഡിവൈഎഫ്ഐക്കുണ്ട്. കേസൊക്കെ അവിടെ നിൽക്കട്ടെ. കേസെടുത്താൽ പിന്നെ ഇരകളുടെ പേര് പുറത്തു വരൂലേ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തു തന്നെ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തു തന്നെ? എങ്ങനെ കേസെടുത്താൽ ഇരയുടെ പേര് എങ്ങനെ പുറത്തു വരും? കേസെടുത്താൽ ഇരയുടെ പേര് എങ്ങനെ പുറത്തു വരും? ഇരയുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് സാമാന്യ നിയമമാണ്. കേസെടുത്താൽ ഇരയുടെ പേര് സാമാന്യ നിയമമാണ്. ഫോട്ടോ കാണിക്കുന്നുണ്ടോ? ആരാണെന്ന് എങ്ങനെ ഇരയുടെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇരയുടെ പേര് ഒരു ഇര വന്ന് മൊഴി കൊടുത്ത് കേസെടുത്താൽ ആ ഇരയുടെ പേര് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? അങ്ങനെ വെളിപ്പെട്ടാൽ ആ വെളിപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കും. അങ്ങനെ ഈ സർക്കാർ കേസെടുത്തിട്ടുണ്ടല്ലോ. പല ഇരകളുടെയും കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇരയുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗോൾ പോസ്റ്റ് മാറ്റി. ഇരയുടെ പേര് പുറത്തു വരുന്ന അല്ലാത്ത പ്രശ്നം. പിന്നെ ആരുടെ പേര് പുറത്തു വരുന്ന പ്രശ്നം രാഹുൽ? പിന്നെ ആരുടെ പേര് പുറത്തു വരുന്നതാണ് പ്രശ്നം രാഹുൽ? അങ്ങനല്ല ഹാഷ്മി, അങ്ങനല്ല. ഇരയുടെ പേര് ഒരിക്കലും പുറത്തു വരില്ല.
ദയവായി വരില്ല, ശ്രദ്ധിക്കൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നിയമപരമായി കൂടെ സംസാരിക്കണം. ഇരയുടെ പേര് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. അതിന് നമുക്ക് നിയമങ്ങളുണ്ട്. പക്ഷെ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. അതാണ് അതിലെ പോയിന്റ്. അതായത് മറുഭാഗത്തിന്റെ വാദങ്ങൾ കേട്ടിട്ടില്ല. രണ്ട്, കോടതി പോലീസിനോട് ഒരു നടി റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ആ വാതിൽ തള്ളിപ്പൊളിയും മട്ടിൽ രാഹുൽ ഈശ്വർ ഇവിടെ ഒരു നടി റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോൾ റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിക്കും മട്ടിൽ മുട്ടിയവരെ കുറിച്ച് ഹേമ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, അത് തെളിവടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ശ്രീ ഷുക്കൂർ തെളിവടിസ്ഥാനം ഉണ്ടെന്ന് പറയുകയാണ്. ഒരു മിനിറ്റ് ഉണ്ടാവണം. ശ്രീ ഷുക്കൂർ ഇവിടെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു. ഇവിടെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഓർക്കുന്നുണ്ടോ? ശിവരാജൻ കമ്മീഷൻ ഞാൻ റിപ്പോർട്ട് കൊടുത്ത് പിറ്റേന്നാൾ ആ പരാതിക്കാരുടെ വീട്ടിൽ പോയി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പരാതി എഴുതി മേടിച്ച് FIR രജിസ്റ്റർ ചെയ്ത് CBIക്ക് വിട്ടു. എന്തിനാണ്? ഉമ്മൻചാണ്ടി എന്ന ഒരു വയോധിക ഒരു വൃദ്ധനെ, ഒരു പ്രായമായ ഒരാളെ നാറ്റിക്കുന്നതിന് വേണ്ടി. അത് ആ പരാതിക്കാർക്ക് കൊടുത്ത നീതിയുടെ പകുതിയുടെ പകുതി ഈ നടിമാർക്ക് കൊടുത്ത. അടുക്കർ ഷുക്കൂർ ഇവിടെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു, ഇത് ഹിയർസേ പറയുന്നതല്ല, ഇത് വെറുതെ മൊഴി എഴുതി വെക്കുന്നതല്ല, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ജസ്റ്റിസ് ഹേമ പറയുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൂടിച്ചിരുന്ന് പറയുകയാണ്, അയ്യോ സാങ്കേതിക നിയമം പരാതിയില്ല, നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ഇവിടെ നിസ്സഹായത കാണിക്കുകയാണ്. ആരെ പറ്റിക്കാനാണ് ഷുക്കൂർ വക്കീലെ? രണ്ട് കാര്യം പറയൂ. ഒന്ന്, നേരത്തെ മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും അടുത്ത് കിട്ടിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നൽകിയ പരാതി അവർ ഹേമ കമ്മീഷണർ അയച്ചു കൊടുത്തു എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞു, മറ്റേ യൂത്ത് കോൺഗ്രസ് നേതാവും പറഞ്ഞു. അത് പ്രശ്നം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മൊഴി കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമം നടത്തി. വായിച്ചിട്ടുണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓരോരാളും സ്വയം ലെഫ്റ്റ് ആയി പോവാണ് ഗ്രൂപ്പ്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഏതെങ്കിലും ഇരയാക്കപ്പെട്ട ഒരാൾ പരാതി തന്നാൽ ഗവൺമെന്റ് അവരുടെ കൂടെ നിൽക്കും. അവർക്ക് ആരാണോ പരാതി ചെയ്തത് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖവിലക്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇരയാക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ പരാതി തന്നാൽ വളരെ ഗൗരവത്തിൽ ആ പരാതി എടുക്കും, FIR രജിസ്റ്റർ ചെയ്യും, നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇവിടെ കമ്മീഷൻ റിപ്പോർട്ടിൽ ആവർത്തിച്ച് ജസ്റ്റിസ് ഹേമ പറയുന്നത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ പുറത്ത് മാത്രമാണ് ഇരയാക്കപ്പെട്ടവർക്ക് ഞാൻ മൊഴി നൽകാൻ അവർ തയ്യാറായത്. അവർ പറയുന്ന ഒരു കാര്യം പുറത്തു പോകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. അങ്ങനെ പ്രൈവസി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമക്ക് മുമ്പാകെ ഇരയാക്കപ്പെട്ട കുട്ടികൾ ഹൈക്കോടതി പുറത്തുവിടാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി ആവർത്തിച്ച് പറയുന്നത് രഹസ്യ സ്വഭാവം വ്യക്തികളെ പരാമർശിക്കുന്ന കാര്യം ഇല്ലാതെ പുറത്തുവിടാൻ ഹൈക്കോടതി റൈറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആഷ്മിയുടെ ഒപ്പം തന്നെയാണ്, ആഷ്മിക്കെതിരല്ല. എന്റെ പോയിന്റ്, ഇരയാക്കപ്പെട്ട ഒരാൾ പരാതി കൊടുത്താൽ ആ സ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നയിക്കാൻ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവണം. ഇവിടെ ഇരയാക്കപ്പെട്ട ഒരാൾ പോലും പരാതി നൽകാൻ തയ്യാറാകാതെ എങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ നിസ്സഹായത ചോദ്യം. ഇവിടെ ലൈംഗികമായി മാത്രമല്ല, ആ തൊഴിൽ സ്ഥലത്ത് നിന്ന് മാത്രമല്ല, കുടുംബത്തെ അടക്കം ചിലപ്പോൾ ഉന്മൂലനം ചെയ്ത് കളഞ്ഞേക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു ഗുപ്ത മാഫിയ നിലനിൽക്കുമ്പോൾ വരും പരാതിയുമായി പരാതിക്കാർ. അത് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വരുന്ന പരാതിക്കാരന്റെ പരാതി വരുമ്പോൾ നമുക്ക് കേസെടുക്കാൻ നമുക്ക് കാത്തിരിക്കാം. ശരി, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് നമ്മൾ നിയമവാഴ്ച നിലനിൽക്കുന്ന സ്റ്റേറ്റ് അല്ലേ? അതെ നമുക്ക് പറയാൻ കഴിയും സാർ. അതാണെന്നേ സാർ, എന്റെ വക്കീലെ നമ്മൾ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ അടിമുടി കൊടിയ ലൈംഗികാതിക്രമങ്ങളുടെ 233 പേജ് കാണുമ്പോഴും നമ്മൾ നിസ്സഹായത കാണിക്കുകയാണ്. അയ്യോ പരാതി, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരാതി ഇല്ലല്ലോ എന്ന് നമ്മൾ നിസ്സഹായത കാണിക്കുകയാണ്. നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണിത്. നമ്മൾ ചില സംഗതി ടെക്നിക്കൽ വളരെ പ്രധാനപ്പെട്ടാണ്. ശരി, എല്ലാ കാര്യവും ടെക്നിക്കാലിറ്റി ഇല്ലാണ്ട് CRPC പ്രകാരം ഒരു പരാതി വരണ്ടേ, ഒരു കംപ്ലൈന്റ് വരണ്ടേ? ഞാനതാ പറഞ്ഞേ ജസ്റ്റിസ് ഹേമ പോലും ഭയപ്പെടുന്ന ഒരു ഗുപ്ത സംഘം
ജസ്റ്റിസ് ഹേമ പോലും ഭയപ്പെടുന്ന ഒരു ഗുപ്ത സംഘം, ഒരു 15-അംഗ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് എല്ലായിടത്തും പിടികൊടുക്കാൻ കഴിയുന്ന ഒരു സംഘം പ്രവർത്തിക്കുമ്പോൾ വരും പാവങ്ങൾ പരാതിയുമായി. അപ്പൊ നമുക്ക് കേസെടുക്കാം. ഒരു ഇടവേള. ആ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ എല്ലായിടത്തും ലഭ്യമാണ്. വാട്സാപ്പിൽ അടക്കം ഗ്രൂപ്പുകളടക്കം ലഭ്യമാണ്. കഴിയുന്നവർ പരമാവധി ആ റിപ്പോർട്ട് വായിച്ചു നോക്കണം. എത്രമാത്രം നാറിപ്പുഴുത്തൊരു എക്കോസിസ്റ്റമാണ്. കുറച്ച് പേരിൽ കൂടിയാണെങ്കിൽ കൂടിയും ഒരു 15-അംഗ പവർ ഗ്രൂപ്പിൽ കൂടിയാണെങ്കിൽ കൂടിയും ആ മേഖല നിലനിൽക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം. ആ പവർ ഗ്രൂപ്പിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ അധികാര കേന്ദ്രങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ തല കുമ്പിടുകയാണെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ നമ്മളൊരു തോറ്റ ജനതയാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.